പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 7-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോടൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. അകരം ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം, ആരോഗ്യത്തോടെ ഉറങ്ങുവാൻ സഹായിച്ചതിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ കിടന്നുറങ്ങി, കർത്താവ് ഞങ്ങളെ ഉണർത്തി, അതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഉണർന്നെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. യഹോവ നിസിയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സൗഖ്യത്തോടെ നടത്തുന്നതിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 96-ാം സങ്കീർത്തനം, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. നാൾതോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ആമേൻ. നാൾതോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. 4-ാമത്തെ വാക്യം, യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകും. ആമേൻ. കർത്താവ് സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ആമേൻ. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പി. ആമേൻ. തിരുമുൽക്കാഴ്ചയായി കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. അപ്പോൾ തക്ക മഹത്വം കൊടുക്കണം നമ്മൾ. ആമേൻ. നമ്മൾ ആരാധിക്കുന്നത് ആരെയാണെന്നുള്ള ബോധ്യം വേണം, നമ്മൾ സേവിക്കുന്നത് ആരെയാണെന്നുള്ള ബോധ്യം വേണം. അങ്ങനെ വേണം ദൈവത്തെ ആരാധിക്കാൻ. കരങ്ങളെ ഉയർത്തി അല്പസമയം നല്ല കർത്താവിന്, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ തന്ന് എല്ലാത്തിനേക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിക്കുന്ന ആ നല്ല കർത്താവിന് അല്പസമയം ഒന്ന് ആരാധന അർപ്പിച്ച് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് ഇന്ന് പ്രഭാതത്തിൽ ഏത് സമയത്തിരുന്ന് കേട്ടാലും അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ മനസ്സിൽ കിടക്കുന്ന ഭാരത്തെ എടുത്തു കളയുന്ന സന്തോഷത്തിൻ്റെ ശക്തി, ആമേൻ, അല്ലെങ്കിൽ ആത്മശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങ് ഞങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ജനത്തിൻ്റെ മേൽ ദൈവിക സന്തോഷം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ജോയ് ജോയ് ജോയ്, സ്പിരിറ്റ് ഓഫ് ജോയ്. ആമേൻ. സന്തോഷത്തിൻ്റെ ആ ആത്മപകർച്ച തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ തന്നെ രോഗികൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഹൃദയത്തിനകത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എല്ലാ ബ്ലോക്കുകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹാർട്ട് റേറ്റിനകത്തുള്ള വേരിയേഷൻസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നോർമലായി തീരട്ടെ. ECG നോർമലായി തീരട്ടെ. എക്കോ നോർമലായി തീരട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയം നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. കർത്താവേ, ഇവർ ദൈവിക ആരോഗ്യമുള്ളവരായി തീരട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ തന്നെ കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം. ബാക്ക് പെയിൻ ആയിട്ട് ദിവസങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബാക്ക് പെയിനിൽ നിന്ന് ഒരു പുറത്തു വരട്ടെ. നടക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഇരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി യേശുവിൻ്റെ നാമത്തിൽ ആ ബാക്ക് പെയിൻ പെർമനൻ്റ്ലി ഹീലാകട്ടെ. യേശുവിൻ നാമത്തിൽ ഹീലാകട്ടെ.
അതുപോലെ കർത്താവെ പ്രകൃതിക്ഷോഭത്തിൻ്റെ ബുദ്ധിമുട്ട് നിമിത്തം ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് അവിടെ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് തന്നെ ജനത്തെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവരുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ് അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടപ്പെടുന്നതിന് സ്തോത്രം. ഞങ്ങൾ വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിക്കണം. മിഡിൽ ഈസ്റ്റിൽ നാളെ നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിക്കണം. അത് വലിയൊരു ചരിത്രമായി മാറുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും തന്നെ അതിൽ തക്ക സമയത്ത് പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു ഭാഗമാണ്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് ചിന്തിച്ചതാണ്. 19:14 യേശുവോ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഇത് നമുക്കറിയാം. യേശു എൻ്റെ അടുക്കൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ യേശു അനുഗ്രഹിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ശിഷ്യന്മാർ അവരെ തടുത്തിട്ട് പറഞ്ഞു, യേശു തിരക്കാണ്, ഇങ്ങനെയുള്ള സമയങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവരെ മാതാപിതാക്കളെ തടുക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, നോ, അവരെ തടുക്കുവാൻ പാടില്ല, അവരെ എൻ്റെ അടുക്കൽ വിടുവീൻ. ശിശുക്കൾ ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം. അല്ലെങ്കിൽ ദൈവരാജ്യത്തെ അനുഭവിച്ചറിയണമെങ്കിൽ, എൻജോയ് ചെയ്യണമെങ്കിൽ എന്തു വേണം? ശിശുക്കളെ പോലുള്ള ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് ഉള്ളവരായിരിക്കും. അതായത് പ്രായമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീണ്ടും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആകണമെന്നല്ല കർത്താവ് ആഗ്രഹിച്ചത്. പ്രായത്തിൻ്റെ കാര്യമല്ല, നമ്മുടെ മനോഭാവമാണ് പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൈൽഡ് ലൈക്ക് മനോഭാവം ഉണ്ടാണ്. അതായത് കുഞ്ഞുങ്ങളെ പോലെ കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നവരായിരിക്കും. കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവരായിരിക്കും. കർത്താവിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു അത് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ അവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്നാ ചെയ്യുന്നത്? നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നില്ലയോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം പല കാര്യങ്ങളും നമ്മൾ കർത്താവ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ എന്തോ ഉള്ളത് വിചാരങ്ങളാവുള്ളൂ. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളുടെ വിശ്വാസമല്ല, അല്ലെ കുഞ്ഞുങ്ങളുടെ ആ ട്രസ്റ്റിലല്ല പോകുന്നത്. മറിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുക, മോനെ ഇന്ന പോലെ കാര്യമാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളത് വിശ്വസിക്കും. അവരെ സംബന്ധിച്ച് അവർ മാതാപിതാക്കളെ ട്രസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ അത് മാറും. എന്നാൽ അതുകൊണ്ടാണ് പറഞ്ഞത് ശിശുക്കളെ പോലെ ആകണം. കാരണം അങ്ങനെയുള്ള ഒരു ഫെയ്ത്ത് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ കർത്താവ് പറയുന്നത് നമുക്ക് അനുഗ്രഹമായി മാറുകയുള്ളൂ. ഇപ്പം ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, നാളെ എന്നാ കഴിക്കും, നാളെ എന്നാ ഉടുക്കും എന്നൊന്നും വിചാരപ്പെടേണ്ട. ഇപ്പം നമ്മുടെ വീട്ടിലെ ഏറ്റവും കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇഡലി ഉണ്ടോ ദോശയുണ്ടോ എന്നൊരു ചിന്തയിലല്ല അവൻ കിടക്കുന്നത്. അവനങ്ങ് ഉറങ്ങുക. അവനറിയാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ കർത്താവ് അവൻ്റെ വീട്ടുകാർ തരുമെന്നറിയും. അവന് നാളെ രാവിലെ എഴുന്നേറ്റ് ഏത് ഉടുപ്പിട്ടുകൊണ്ട് പോകണം, ചർച്ചിൽ പോകണമെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കാരണം എന്നാ, അവനെ സംബന്ധിച്ച് അവൻ എന്തെങ്കിലും ഇട്ടാൽ മതി. അവനറിയാം വീട്ടുകാരെന്തെങ്കിലും ഇടിയിപ്പിക്കും. എന്നാൽ ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ചിന്തയാണ്, നാളെ ആ ഡ്രസ്സ് ഇട്ടാൽ മതിയോ ഈ ഡ്രസ്സ് ഇട്ടാൽ മതിയോ. അപ്പോൾ എന്താ, ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത് ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത് ഉണ്ടാകണം. കുഞ്ഞുങ്ങളെപ്പോലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര പേർ ആഗ്രഹിക്കുന്ന അങ്ങനൊരു ഫെയ്ത്തിൽ നമുക്ക് എത്തണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് പറയുന്നത് പരിപൂർണമായി വിശ്വസിക്കണം. കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ രോഗത്തെക്കുറിച്ചോ രോഗലക്ഷണങ്ങളെക്കുറിച്ചോ ചിന്തിക്കരുത്. കർത്താവ് പറഞ്ഞു അവൻ സൗഖ്യമാക്കുന്ന യഹോവ. അതുകൊണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും കർത്താവ് സൗഖ്യമാക്കും. അതാണ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം. അപ്പോൾ അങ്ങനൊരു ഫെയ്ത്തും ട്രസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിലെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ ഈ മാനുഷികമായ ആ വലിയ ചിന്തകളിൽ നിന്ന് തന്നെ ഒന്ന് വിടുവിക്കണം. മാനുഷികമായ ആ ചിന്ത, ഒരു പൂർണ്ണ മനുഷ്യനുള്ള ചിന്തയുണ്ടല്ലോ, അതുപോലുള്ള ചിന്തകൾ നമുക്കുണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മളൊരു കുഞ്ഞിനെ പോലെ കർത്താവിൽ ആശ്രയിക്കണം. കുഞ്ഞു മാതാപിതാക്കളിൽ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു അതുപോലെ നമ്മളും കർത്താവിൽ ആശ്രയിക്കണം. പണ്ട് ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഒരു കുഞ്ഞും വീടിൻ്റെ മുകളിൽ നിൽക്കുക, താഴോട്ടിറങ്ങാൻ കഴിയുന്നില്ല.
അവൻ ആ കുഞ്ഞിനോട് ചാടിക്കോളാൻ പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ് താഴെ എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചോളാം, നീ ചാടിക്കോളാൻ പറഞ്ഞപ്പോൾ 2 കൈ ഉയർത്തി പിടിച്ച് ഒരൊറ്റ ചാട്ടം ചാടി. അപ്പോൾ എന്ത് ചെയ്തു? ആ കുഞ്ഞപ്പനുള്ള ട്രസ്റ്റാണ്. എന്നാൽ ഇച്ചിരൂടെ പ്രായമുള്ള മോനുണ്ടായിരുന്നു, അവനോട് പറയുമ്പോൾ അവൻ ചാടിയില്ല. അവന് പേടി അപ്പൻ്റെ കയ്യിൽ ഞാൻ നിൽക്കുമോ, ഞാൻ ചാടിയാൽ അപ്പന് പിടിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകളുണ്ടായി. എന്നാൽ കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞാൽ കൊച്ചെടുത്തൊറ്റ ചാട്ടം അപ്പൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ കിങ്ഡത്തിലെ അനുഗ്രഹങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ രാവിലെ സഭായോഗം മുടക്കരുത്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.